ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. എന്നൊരു വെജിറ്റേറിയൻ ഊണാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങാക്കായൊക്കെ ഫ്രഷ് ആകുമ്പോൾ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഉണങ്ങി പോവും. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റും ബീൻസും അടുപ്പിൽ വെച്ചതൊന്ന് ഇളക്കിയപ്പോഴേക്കും കറന്റ് പോയിട്ട്, അപ്പം ഞങ്ങൾ സ്ട്രൈക്കർ എപ്പോഴും ഇതുപോലെ താവും. അപ്പോഴാണ് കറന്റ് പോവുക. അല്ലെങ്കിൽ ഞാനത് പൊക്കി വെക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഞാൻ പൊക്കുമ്പോൾ തന്നെ അത് വീണ്ടും താവുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പൊക്കി നോക്കി, അപ്പോൾ വീണ്ടും താവുകയാണ്. അവസാനം കുറേ വട്ടം ട്രൈ ചെയ്തപ്പോൾ ഒന്ന് പൊങ്ങി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞ് വീണ്ടും നോക്കിയപ്പോഴേക്കും അത് താന്നിട്ടുണ്ട്. എനിക്ക് ആകെ സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് ഇല്ലെങ്കിൽ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ലല്ലോ. കറണ്ട് ഇല്ലെങ്കിൽ കിച്ചണിൽ ഒരു ട്യൂബേ വർക്കാവുള്ളൂ, അതുപോലെ റിംഗ് ലൈറ്റും വർക്കാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ജനൽ തുറന്നിട്ടിട്ട് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഏതാണെങ്കിലും ഒന്നിപ്പോൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കംപ്ലീറ്റ് ആക്കാന്നുള്ളൊരു വാശിയുണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ തോര റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസും സാമ്പാറും പൊടിയൊക്കെ ഇട്ടിട്ട് കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കിച്ചണിൽ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ കൂടിയിരുന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ കൊടുക്കായിരുന്നു. ബെഡ്റൂമിൽ രണ്ടിലുമാണ് കേട്ടോ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ അടിച്ചു വരുമ്പോഴാണ് കേട്ടോ എനിക്ക് പറ്റിയൊരു ആന മണ്ടത്തിൽ എനിക്ക് ഓർമ്മ വന്നത്. എന്താ വെച്ചാൽ ഞാൻ കറണ്ട് ഇല്ലെങ്കിൽ ബെഡ്റൂമിൽ ഇതുപോലെ കണക്ഷൻ കൊടുത്തിട്ടാണ് കേട്ടോ റിംഗ് ലൈറ്റ് വർക്ക് ചെയ്യിപ്പിക്കൽ. ഇന്ന് എന്താണെന്നാവോ എനിക്ക് 8ന്റെ പണി കിട്ടിയതുകൊണ്ട് എൻ്റെ കിളിയും പോയി എന്നാ തോന്നുന്നത്. ഇങ്ങനെ ഒരു കാര്യം പോലും എനിക്ക് ഓർമ്മ വന്നില്ല. അങ്ങനെ റിംഗ് ലൈറ്റ് വർക്കായപ്പോൾ പിന്നെ ഞാൻ പപ്പടം കാച്ചാന്ന് വിചാരിച്ചിട്ട്, എന്നാലും ഞാനൊരു മണ്ടി തന്നെയല്ലേ. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത്. ചില സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലേ, ചില കാര്യങ്ങളൊക്കെ മറന്നു പോവും. അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് മൊത്തത്തിൽ മൂഞ്ചിയ ദിവസമാണല്ലോ. ഇനിയിപ്പോൾ അതിനായിട്ടൊരു കുറവ് വേണ്ട, അതായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അപ്പം ഇക്ക ചോറിനാൻ വന്നിട്ടുണ്ട്. അപ്പം ഇക്കാക്ക് ഞാൻ മുട്ട പൊരിക്കുകയാണ് കേട്ടോ. ഇക്കാനോട് ഞാൻ രാവിലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇക്ക അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് ലൈൻമാനെ വിളിക്കാന്ന്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോൾ വള്ളി നീട്ടാനും കുറക്കാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ. വള്ളി മീൻസ് വയറ്. പണിക്കാർക്ക് രാത്രി പണി ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ ഒരു പണിയെടുത്തത്. അപ്പോൾ അതിന് ശേഷമാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇക്കറിഞ്ഞ ഞാൻ ഒഴിവുണ്ടാവുമ്പോൾ ശരിയാക്കി തരാം. അങ്ങനെ ഞാനും ഇക്കയും പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ.